തന്നെ വിനിയും കുടുംബവും ഇവിടേക്ക് താമസിക്കാനായി എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് അല്പം മുൻപ് നമ്മൾ വന്നപ്പോഴാണ് കഴിഞ്ഞത്. മറ്റു പൂജാ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2 കൊല്ലവും യഥാർത്ഥത്തിൽ കാത്തിരുന്നത് ഈ വീടിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ആ വീടിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വീട് ഒരു സ്വപ്നമാണ്, ഒരു വീട് എന്ന് പറഞ്ഞാൽ. അത് ഞാൻ പുതിയത് അവിടെ കെട്ടിയതായിരുന്നു. അത് പോയതിൻ്റെ വിഷമം അത് ഇപ്പം തീർന്നു. ഇപ്പം ഈ വീട് കിട്ടിയപ്പോൾ. ആ വീടുണ്ടാക്കിയത് 4 കൊല്ലം മുൻപ്, അത് അവിടെ താമസിച്ച് കൊതി തീരുന്നതിന് മുൻപാണ് വീട് തകർന്നത്. വീട് തകർന്നത് കൊതി തീരുന്നതിന് മുന്നേ വീട് തകർന്നു. അത്യാവശ്യം നല്ല വീടൊക്കെ തന്നെയായിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ആ സമയത്ത് നമുക്ക് അറിയാം, വെള്ളം വരുന്നത് കണ്ടാൽ അറിയാം. വെള്ളം മേലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞാണ്. പക്ഷെ അവരും പോവുകയും ചെയ്തു, ഞാൻ രക്ഷപ്പെട്ടുകയും ചെയ്തു. വിളിച്ച് പറഞ്ഞ ഗീതേച്ചിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, വെള്ളം വരുന്നുണ്ട്, നീ അവിടെ നിന്ന് മാറിക്കോന്ന്. ടൗൺഷിപ്പ് ഉണ്ട്, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. എന്താ പിന്നെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീട്ടിലേക്ക് അവർ ക്ഷണിച്ചപ്പോൾ വരാൻ തീരുമാനിക്കാൻ കാരണം? മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞാലും അത് നേടുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും അത് കിട്ടും. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ആരതൊന്നും നോക്കിയില്ല, ആരോടും ഒന്നും ചോദിച്ചില്ല. വീട്ടുകാരോടാണെങ്കിലും കുടുംബക്കാരോ ആരോടും ചോദിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് മുസ്ലിം ലീഗ് മതി എന്നുള്ളത് തീരുമാനിച്ച് ഉറപ്പിച്ചു. ഇന്നിപ്പോൾ രാവിലെ ചടങ്ങുകൾ പൂജ ഉണ്ടായിരുന്നു, ഗണപതി ഹോമം ഉണ്ടായിരുന്നു. 3 മണിക്കായിരുന്നു ഗണപതി ഹോമം. വിശേഷങ്ങൾ വയനാട്ടിലേത് തന്നെയാണ്. ഇങ്ങനെ ഒരു ജനസമൂഹം നമ്മുടെ പ്രസ്ഥാനത്തെ, ഈ ഹരിത പതാകയെ, അതിന്മേൽ ഇത്രമാത്രം വിശ്വാസം അവരർപ്പിക്കുമ്പോൾ അത്രമാത്രം അവർക്കതിൽ ചിന്തിക്കേണ്ട പോലും ഒരു ഘട്ടം പോലും ഇല്ലെന്ന് അവർക്ക് തോന്നുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ മനസ്സ് നിറയുന്നില്ലേ? പാർട്ടി കൊടുത്ത വാക്ക്, ആ വാക്ക് സാക്ഷാത്കരിച്ചു. മാത്രവുമല്ല, എല്ലാ സദാഹങ്ങളും തയ്യാറാക്കി കൊടുത്തിട്ട് ഇന്ന് പലരും ഇന്നലെ കയറിക്കൂടി, ഇന്ന് കയറിക്കൂടുന്നു. ഇനി നാളെ കൊണ്ട് അത് പൂർണ്ണമാകും. നാളെ വൈകുന്നേരം അവിടെ എല്ലാവരും കൂടിയിട്ട്, ഈ 51 വീട്ടുകാരും കൂടിയിട്ട് ഒരു ചടങ്ങ് കൂടി നടത്തി, ഒരു സൽക്കാരം കൂടി നടത്തി, അവരുടെ മനസ്സ് പൂർണ്ണ സന്തോഷം, അവരുടെ സന്തോഷം അത് പങ്കുവെച്ചുകൊണ്ട് അവർ ആ വീട്ടിൽ താമസം അങ്ങോട്ട് ഇനിയുള്ള കാലം ആ വീടുകളിലേക്ക് മാറുകയാണ് അല്ലേ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ലീഗിന് മുമ്പിൽ പ്രതിബദ്ധങ്ങൾ 2ആയിരുന്നു. ദുരന്തം എന്ന് പറയുന്ന വലിയ ഒരു പ്രതിബദ്ധം, ഒരു തടസ്സം, വലിയ ഒരു വെല്ലുവിളി അല്ലേ? ദുരന്തം വന്നിട്ട് ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിട്ട് മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ പുഞ്ചിരിമറ്റത്തെ ഒക്കെ ജനങ്ങൾ ഇങ്ങനെ വെറുങ്ങലിച്ച് നിന്നപ്പോ ഈ പ്രസ്ഥാനത്തിന് മുമ്പിൽ വലിയ 2 വെല്ലുവിളികളാ. ഒന്ന്, ഈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കണം. ദുരന്തം ലൈവായിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് ദുരന്തം കണ്ട ഈ വ്യക്തികളെ, ഈ പാവങ്ങളെ, ഈ കുടുംബങ്ങളെ അവരെ പുനരധിവസിപ്പിക്കണം. ഒന്നാമത്തെ തടസ്സം അല്ലെങ്കിൽ പ്രതിബദ്ധം അല്ലെങ്കിൽ വലിയ വെല്ലുവിളി അത് തന്നെയായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ വെല്ലുവിളി മറുപുറത്തുണ്ടായിരുന്നു. KT ജലീലിനെ പോലെയുള്ള കൃമികീടങ്ങള്, സഖാക്കള്, ആ സഖാക്കള് മറ്റൊരു വെല്ലുവിളിയുമായിട്ട് ലീഗിന് മുന്നിൽ. അപ്പോ ലീഗ് അതിജീവിച്ചത് 2 പ്രതിബദ്ധങ്ങളെയാണ്. ഒന്ന്, പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന വലിയ ഒരു വെല്ലുവിളിയെ, മറ്റൊന്ന് ഇതിൻ്റെയൊക്കെ ഇടയിൽ കോലിട്ട് തിരിക്കുന്ന സഖാക്കൾ എന്ന് പറയുന്ന കൃമികീടങ്ങളെയും. ഈ 2 ദുരന്തങ്ങളെയാണ് ലീഗ് അതിജീവിച്ചത്. ആ 2 ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് അതിജീവിക്കാൻ കഴിയില്ല. ഇതിൽ ഒന്ന് പോലും അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മളെല്ലാവരും അന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ, ഒരു 10 മണി, ഒരു 11 മണി, ആ സമയം വരെ നമുക്കൊന്നും ഇത്തരത്തിൽ ഒരു ദുരന്തത്തെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും നമ്മുടെ ആരുടെയും മനസ്സിലുണ്ടായിട്ടില്ല. ആ ദുരന്തത്തിൽ പെട്ടുപോയവരും അതിനെ അതിജീവിച്ചവരും ഒക്കെ അന്നത്തെ രാത്രിയും നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടന്നതുപോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കാനുള്ള തയ്യാറെടുപ്പിലും ചിലർ കിടന്നവരുമാണ്. പെടുന്നനെയാണ് മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പാഞ്ഞ് വന്നത്. എല്ലാം തുടച്ചങ്ങ് കൊണ്ടുപോയി അവര് അല്ലേ? ആ ദുരന്തത്തെ പോലും അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഒരു സാധാരണക്കാരന് വലിയ പ്രയാസമാണ്. അവിടെയാണ് ലീഗ് എന്ന പ്രസ്ഥാനം ദുരന്തത്തെ അതിജീവിച്ചു. അതിനപ്പുറം ഈ പറയുന്ന കൃമികീടങ്ങളെയും ലീഗ് അതിജീവിച്ചു അല്ലേ? ജലീലിനെ പോലെയുള്ള അല്പന്മാര്, ജലീലിനെ പോലെയുള്ള എരപ്പന്മാരുടെ നേതൃത്വത്തിൽ
എന്തൊക്കെ വേട്ടയാടല ഈ പ്രസ്ഥാനം നേരിട്ടത്. എന്തൊക്കെയായിരുന്നു ജലീലിന് ലീഗ് പിരിച്ച പൈസ, ലീഗ് പിരിച്ച പണം, ലീഗ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തിയ ആ പണം, പൊതുജനത്തിൽ നിന്ന് ലീഗ് സ്വീകരിച്ച ആ പണം പിണറായി വിജയന്റെ അണ്ണാക്കിൽ തള്ളായിട്ട് ജലീലിന് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. അല്ലേ? ജലീലിന്റെ ആവശ്യം എന്തായിരുന്നു? ലീഗ് നിർമ്മിച്ച് നൽകിയിട്ട് നിങ്ങൾ താമസിക്കൂല, അതുകൊണ്ട് ലീഗ് ആ പണം കൂടി പിണറായി വിജയന്റെ അണ്ണാക്കിൽ തള്ളണം. എന്നിട്ട് ഇപ്പം ആര് നിർമ്മിച്ച് നൽകിയ വീട്ടില് ആരാണ് താമസിക്കുന്നത്? ഈ ദുരിതബാധിതര് ആദ്യം കയറി താമസിക്കുന്നത് ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളിലാണ്. അല്ലേ? സന്നദ്ധ സംഘടനകളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പല വ്യക്തികളും ചാരിറ്റബിൾ സൊസൈറ്റികളും ഒക്കെ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ ആരും കൊച്ചാക്കി കാണിക്കുന്നല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ലീഗ്, മറുപുറത്ത് കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാർ, കേരള സർക്കാർ എന്ന് പറയാൻ പറ്റില്ല, പിണറായി വിജയൻ സർക്കാർ, രണ്ടുപേരും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ലീഗും നിന്നപ്പോൾ ലീഗിൻ്റെ വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ കണ്ടത് ഈ മുണ്ടക്കയിലെ വില്ലേജ് റോഡിൽ താമസം ഉണ്ടായിരുന്ന ഒരു കുടുംബം, അവർ ഇന്ന് രാവിലെ വളരെ ഏർലി മോർണിംഗ് അവർ ഗണപതി ഹോമമൊക്കെ നടത്തി, അവർ പാലുകാച്ചലൊക്കെ നടത്തി, അവർ ആ വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഇന്നലകളിൽ മറ്റു ചില കുടുംബങ്ങൾ വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ചില കുടുംബങ്ങൾ ഇന്ന് താമസം തുടങ്ങുന്നു. നാളെ കൊണ്ട് ഈ പറയുന്ന എല്ലാ വീടുകളിലും എല്ലാവരും താമസം പൂർണ്ണമായിട്ടും ആരംഭിക്കും. അല്ലേ? അപ്പം അവിടെ ലീഗ് മറികടന്നത്, അതിജീവിച്ചത് ലീഗാ. ശരിക്കും യഥാർത്ഥത്തിൽ ലീഗ് അതിജീവിച്ചത് ദുരിതത്തെ, ലീഗ് അതിജീവിച്ചത് ഈ മലവെള്ളപ്പാച്ചിലിനെ, വലിയ ദുരന്തത്തെ ലീഗ് അതിജീവിച്ചു. അതോടൊപ്പം ലീഗിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ എരപ്പൻ ജലീലിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലേ? അങ്ങനെയുണ്ടല്ലോ കുറച്ച് കൃമികീടങ്ങൾ ചില ആളുകളെ അങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. എന്നിട്ട് മാക്സിമം എന്തൊക്കെ പ്രതിസന്ധികളെ നോക്കും നിങ്ങൾ. ലീഗ് 100 വീട് പ്രഖ്യാപിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ഒരു പാർട്ടിയും ആവശ്യപ്പെട്ടില്ല. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു ഭൂമി ഞങ്ങൾ തരും, ഭൂമി ഞങ്ങൾ തരാം, സർക്കാർ തരാം എന്ന് പറഞ്ഞു. അത് പിണറായി വിജയന്റെ ആ ദുഷ്ടബുദ്ധിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ആ സ്ഥലം ഞങ്ങൾ തരാം, ഭൂമി ഞങ്ങൾ തരാം എന്ന് പറഞ്ഞത്. എന്നിട്ട് ലീഗ് 5-6 മാസം ഇതിൻ്റെ പുറകിൽ നടന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് റവന്യൂ മന്ത്രി അങ്ങനെ പലരെയും പോയി കണ്ടു. ഒരു രക്ഷയില്ല, ഭൂമി തരുന്നില്ല, കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് നാളെ ലോട്ടറി ടിക്കറ്റ് എടുത്ത പോലെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു കാര്യം മനസ്സിലായി. എന്താ? ഇത് നാളെ ഉണ്ടാകുള്ളൂ, ഇത് കിട്ടൂല എന്നുള്ളത്. ഉടനടി ഇറങ്ങി ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി, ഇറങ്ങി ഭൂമി കണ്ടെത്തി, ഭൂമി വാങ്ങി, വീട് വെച്ചു. പിന്നെ അങ്ങോട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ടപ്പ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വീട് പൊന്തുകയായിരുന്നു. വീട് പൊന്തി, വീടിന്റെ പണി തീർന്നു. കരണ്ട്, വെള്ളം, ഫർണിച്ചർ എന്നും വേണ്ട എല്ലാ സൗകര്യങ്ങളും എവ്രിതിങ് ഓക്കെ ആക്കി. താക്കോല് കൊടുത്തു, ആധാരം കൊടുത്തു. അല്ലേ? അപ്പോഴും മറുഭാഗത്ത് നിന്ന് വെല്ലുവിളികൾ, തടസ്സങ്ങൾ ഉണ്ടാക്കുക. കൺസ്ട്രക്ഷൻ്റെ സമയത്ത് സ്റ്റോപ്പ് മെമ്മോ പല രീതിയിൽ, സ്റ്റോപ്പ് മെമ്മോ, പണി നിർത്തണം, എന്താ കാര്യം? അപ്പൊ അന്ന് ഈ പാർട്ടി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? നിർത്തേണ്ടവർക്ക് ഇവിടെ ഡയറക്റ്റ് ഇങ്ങോട്ട് വരി, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് നിർത്തി കാണിക്കി. അല്ലേ? അന്നപ്പോൾ ലീഗ് ചിലതൊക്കെ തീരുമാനിച്ചിട്ട് അത് പറഞ്ഞേ, നിർത്താൻ വരുന്നവനെ അങ്ങോട്ട് നേരിടണം എന്നുള്ളത്. നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്തു, പൂർത്തീകരിച്ചു, വീട് നൽകി. അപ്പോ പിന്നിൽ ഒരുപാട് പ്രതിബദ്ധങ്ങൾ അതിജീവിച്ചത് ലീഗ്. വലിയ ഒരു ദുരന്തം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പാര പണിയാൻ ക്രിമിനലുകളായിട്ടുള്ള കൃമികീടങ്ങൾ മറുഭാഗത്തും. എല്ലാം അതിജീവിച്ചു. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കാണുക. ഇന്നലെ മൗലൂദാണ് കഴിച്ചതെങ്കിൽ ഇന്നിപ്പോ ഗണപതി ഹോമം നടത്തുകയാണ് ലീഗ് നൽകിയ വീടുകളിൽ. അല്ലേ? എല്ലാം നടത്തി. ആരാണോ ആർക്കാണോ കൊടുത്തത് എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക്, പൂർണ്ണ അവകാശം അവർക്ക്. വളരെ കൃത്യമായിട്ട് അതിനൊക്കെ ഭംഗിയായിട്ട് നിങ്ങളുടേതാണ്. അന്ന് 28-ന് താക്കോല് കൊടുത്തു, ആധാരം കൊടുത്തു. അപ്പൊ തങ്ങളൊരു വാക്കുകൂടി പറഞ്ഞു, ഇനി നിങ്ങളുടേതാ, ഇനി ലീഗിനില്ല, റോളില്ല, റോള് കഴിഞ്ഞു. ലീഗിന്റെ റോള് വീടുണ്ടാക്കുക,
പണിയുക, പൂർത്തീകരിക്കുക, നിങ്ങൾക്ക് തരിക. ആ തരുന്നത് പൂർത്തീകരിച്ചിട്ടാണ് തന്നത്. ഇനി ലീഗിന് റോളില്ല, ഇനി പൂർണ്ണമായിട്ടും നിങ്ങളുടേതാ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോ അത് കിട്ടിയ ആളുകള് അവർ പറയുന്ന കേട്ടില്ലേ നിങ്ങൾ? ലീഗ് വീട് തരാന്ന് പറഞ്ഞപ്പോൾ രണ്ടിലൊന്ന് ചിന്തിച്ചില്ല. കാരണം എന്താ? അത് ഈ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസ്യത. ഈ പ്രസ്ഥാനം ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുമെന്നുള്ള വിശ്വാസ്യത. ആ വിശ്വാസ്യതക്കൊപ്പം നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവരുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിച്ചു. ആ സങ്കടങ്ങള്, ദുരന്തമുണ്ടാക്കിയ വേദനകള്, ദുരന്തമുണ്ടാക്കിയ സങ്കടങ്ങള്, അതിനൊക്കെ ഒരു ആശ്വാസം. അതിന് പകരമാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരാശ്വാസം, അതിജീവനത്തിനുള്ള ഒരു പ്രചോദനം അത് ഈ പാർട്ടിയെ കൊണ്ട് സാധിച്ചു. ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇത് കാണുമ്പോൾ ഈ ഹരിത പതാക നെഞ്ചോട് ചേർത്ത ഈ നമ്മളെപ്പോലെയുള്ള എല്ലാ പ്രവർത്തകർക്കും, ഈ പാർട്ടിയെ പിന്തുണക്കുന്നവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷം അല്ലേ? ഇനി ഇത് കാണുമ്പോൾ അതിലേറെ സന്തോഷമുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഇപ്പം നമ്മളെല്ലാവരും പൈസ കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾ കൊടുത്തിട്ടില്ല, ചില ആൾക്കാർ പൈസ കൊടുത്തവർ, ലീഗിനെ വിശ്വസിച്ച് ലീഗിൻ്റെ കൈകളിൽ പണം ഏൽപ്പിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അതിലേറെ ഇരട്ടി മധുരം. കാരണം അവർ നൽകിയ ഓരോ ഉറുപ്യ പോലും എവിടെയും പാഴായില്ല. അവർ നൽകിയ ഓരോ ഉറുപ്യക്കും അതിൻ്റെതായ ഫലം കാണാൻ സാധിച്ചു. അപ്പോൾ അവർക്ക് അതിൽ വലിയ സന്തോഷം. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം, എല്ലാം കൊണ്ടും സന്തോഷം. ലീഗിന് മാത്രം സാധിക്കുന്നത്, ലീഗ് അതിജീവിച്ചത് ദുരന്തത്തെയാണ്, മറ്റൊന്ന് കൃമികീടങ്ങളെയാണ്. രണ്ടിനെയും അതിജീവിച്ചത് ലീഗ് മാത്രമാണ്. മുടക്കാൻ ശ്രമിച്ചവര്, പാരവെക്കാൻ ശ്രമിച്ചവര്, സ്റ്റോപ്പ് മെമ്മോയുമായി വന്നവര്, അങ്ങനെ പലരുമുണ്ട്. എല്ലാം തട്ടിമാറ്റി ലീഗ് വളരെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാല് കൃമികീടങ്ങൾക്ക് കുരു പൊട്ടും വിധം, എന്നാലോ വീട് കിട്ടിയ ഈ പാവങ്ങൾക്കോ അവരുടെ മനസ്സ് നിറയും വിധം അല്ലേ? ഇതിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ. കിട്ടിയ ആളുകൾക്ക് മനസ്സ് നിറയാണ്, അവര് വലിയ സന്തോഷത്തിലാ. അവരുടെ ജീവിതകാലം കൊണ്ട് ഇനി അവർക്ക് ഒരു പക്ഷേ സാധിക്കുമായിരുന്നില്ല എന്നവർ ചിന്തിച്ച കാര്യം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു, അവർക്ക് ലഭിച്ചു. എന്നാൽ ഇത്രയും വലിയ എല്ലാ സെറ്റപ്പ്, വലിയ ഭംഗി, വലിയ ഒരു പെർഫെക്ഷൻ, അതൊക്കെ കാണുമ്പോൾ കൃമികീടങ്ങൾക്ക് കുരുപൊട്ടല് രണ്ട് സൈഡ് അവിടെയും ഉണ്ട് അല്ലേ? അപ്പൊ രണ്ട് വലിയ പ്രതിബദ്ധങ്ങളെയാണ് ലീഗ് അതിജീവിച്ചത്. പാർട്ടി, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ പാർട്ടി, എൻ്റെ പാർട്ടിക്ക് മാത്രം സാധിക്കുന്നത്.